കുറെ പേപ്പറൊക്കെ വെട്ടിക്കൂട്ടി വാരിയിട്ടിട്ട് എന്താ പരിപാടി എന്നറിയണ്ടേ. എക്സെൽ കൊണ്ടുള്ള ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിന്റെ രണ്ടാമത്തെ ഫ്രൂട്ട് ആണ് കേട്ടോ. ആദ്യത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു. ഇത്തവണ വൈറ്റ് പേപ്പറിനെ ചെറിയ ചെറിയ സ്ക്വയറുകളായിട്ട് വെട്ടിയെടുത്ത് ഇതുപോലെ ഒരു ട്രയാങ്കിൾ മോഡലിലേക്ക് ഫോൾഡ് ചെയ്ത് എക്സെല്ലിന്റെ പുറത്തേക്ക് അടുക്കി അടുക്കി ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിന്റെ പുറത്തേക്ക് നമുക്ക് യെല്ലോയോ ഗ്രീനോ ഓറഞ്ചോ ഒക്കെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കട്ടിയുള്ള പേപ്പറിൽ ഇതാ ഇതുപോലെ വരച്ച് കംപ്ലീറ്റ് ഗ്രീൻ കളർ കൊടുത്ത് ഇതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ഒരു പൈനാപ്പിളിന്റെ മോഡൽ കിട്ടുവേ. ഇനി രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു പൈനാപ്പിളിന്റെ പീല് ചെയ്യാത്ത പോർഷനും പീല് ചെയ്തെടുത്തൊരു പോർഷനും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പകുതിയായിട്ട് കട്ട് ചെയ്ത ഒരു പൈനാപ്പിളിന്റെ ഉൾഭാഗം കാണിക്കാനായിട്ട് ഇതുപോലേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. തീർന്നില്ല ഇനിയും ഉണ്ട്. വൈറ്റ് കളറിലുള്ള കട്ടിയുള്ള ഒരു ബൈൻഡിന് 2 റൗണ്ട് ഷേപ്പായിട്ട് വീണ്ടും കട്ട് ചെയ്തെടുത്തു. കംപ്ലീറ്റ് യെല്ലോ ഒക്കെ കൊടുത്ത് ഇതുപോലെ ഡിസൈൻ കൊടുത്തെടുത്തപ്പോഴത്തേക്ക് കഴിക്കാൻ പാകത്തിന് കട്ട് ചെയ്തെടുത്ത 2 പീസ് പൈനാപ്പിളും കൂടെ കിട്ടിയിട്ടുണ്ട്. പൈനാപ്പിൾ കട്ട് ചെയ്ത കത്തി എവിടെ ഇരിക്കുന്നു. എനിക്കൊന്നും വേണ്ട കത്തി. ഡ്രാഗൺ ഫ്രൂട്ട് ആണോ പൈനാപ്പിൾ ആണോ നിങ്ങൾക്ക് ഇഷ്ടമായത്? കമന്റ് ഇടണേ. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.